ജോലിയിലാണല്ലേ? നിന്റെ അമ്മയച്ഛനും ഇവിടെ 2 ദിവസം നിൽക്കാത്തത് പടാളം വീട്ടിലെ അടുപ്പിൽ എന്തെങ്കിലും തിളച്ച് മറിയണ അങ്ങ് ഓടിപ്പോവാൻ? എന്ത് വിഷമം കൊച്ചിലെന്ന് പറഞ്ഞിട്ടാ? എനിക്ക് വിഷമമൊന്നുമില്ല. എല്ലാവരും മുന്നിൽ മനുഷ്യരെ നാണം കെടുത്തി കോമാളി വേഷം കെട്ടിക്കാൻ വേണ്ടി നടക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? ആ ഗൈനക്കോളജിസ്റ്റല്ലേ പറഞ്ഞത്? ഗൈനക്കോളജിസ്റ്റിനെ പറ്റി പറയല്ലേ കേട്ടോ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാ വേറെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാന്ന്. കേട്ടില്ല. ഓടി വീട്ടിൽ വരാനുള്ള വെപ്രാളം വരുന്നു. എടീ, 2ാമത് ടെസ്റ്റ് ചെയ്താൽ നിനക്ക് വിശേഷമില്ലെന്ന് അറിയുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് ഓടിയത്. അവസരം എന്ത് പറ്റി? ദൈവം എന്നെ ചതിച്ച്. ദൈവം എന്നെ രക്ഷിച്ചെന്ന് പറ. നീലു, അങ്ങനെ പറയലേ നീലു. മറ്റുള്ളവർക്ക് എന്തുമാത്രം ആഗ്രഹിച്ച് നമുക്ക് ആഗ്രഹ പൂർത്തീകരണം നടത്തി കൊടുക്കേണ്ട നീലു. നമ്മുടെ കടമയല്ലേ നീലു? ബാലു ഒന്നും മിണ്ടാതിരിക്കും. ബാലു, ആഗ്രഹ പൂർത്തീകരണം. എടീ കൊച്ചില്ലെന്ന് അറിഞ്ഞപ്പോഴേ നിന്റെ അമ്മ ഇവിടെ കിടന്ന് കരഞ്ഞില്ലേടി? അപ്പൊ ഞാൻ ശബ്ദം എടുത്താൽ നീ മറന്നുപോയാ? എന്ത് ശബ്ദം? ഇത്ര മറന്നുപോയല്ലേ? ഇത്ര പെട്ടെന്ന് മറന്നല്ലേ നീ? അടുത്ത വർഷം നിന്റെ അമ്മയുടെ മടിയിൽ ഞാൻ ഒരു കൊച്ചിനെ കിടത്തു വന്നു. ആ കൊച്ച് നിന്റെ അമ്മയുടെ സാരിയിൽ മൂത്രം ഒഴിപ്പിക്കുന്നവരെ എനിക്ക് വിശ്രമമില്ല, എനിക്ക് ഉറക്കമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നമുക്ക് പാലിക്കണതില്ലോ. പിന്നെ പാലിക്കണം. ഭീഷ്മ ശബ്ദമല്ല. ഇപ്പൊ തന്നെ ചെന്ന് പാലിച്ചു കൊടുക്കും. എന്തോ കൈ മാറ്റം. എന്നെ തൊടണ്ട. നീ വിഷമിക്കാ. സമയം കിടക്കല്ലേ നീ ഒരുപാട്? ബാലു, എന്നെ തൊട്ടുള്ള സംസാരം വേണ്ടാന്ന്. എന്തോ? എന്നെ തൊട്ടുള്ള സംസാരം വേണ്ടാന്ന്. ഇനി തൊട്ട് സംസാരം വേണ്ടെന്നാണോ? ഇനി തൊട്ടുള്ള സംസാരം വേണ്ടെന്നാണോ? എന്നെ ടച്ച് ചെയ്തുള്ള സംസാരം ഇനി വേണ്ട. അതാ പറഞ്ഞത്. വേണ്ട? അല്ല, നിനക്ക് എന്ത് പറ്റി? നീ കാര്യം പറ. നിനക്ക് എന്താണ് പറ്റിയെന്ന് പറ. ആക്ച്വലി പറ. പോയ അപ്പുറത്തെ ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യല്ലേ. ഇനി എന്നെ തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ സത്യോടെ തള്ളി താഴെ. ശരി, ഓക്കെ. നീ ഞാൻ തുടരില്ല. നീ എന്റെ അടുത്ത് വരരുത്. ഞാൻ വരാൻ പോകുന്നു. അയ്യേ, തൊട്ടുവിട്ടാലും മതി. നീ വാ നീ ഇങ്ങോട്ട് കേട്ടാ. എന്റെ അടുത്ത് വാ നീ. അല്ലെങ്കിൽ ആര് വരണം നിങ്ങളുടെ അടുത്ത്? അപ്പൊ ഇതോടെ എല്ലാം പോ. വാ നീ. അച്ഛാ, എന്താ അച്ഛാ? അച്ഛന് പണിയൊന്നുമില്ലേ? പണിയില്ല. അതെന്താ പണിയില്ലാത്ത? പണിയില്ലാത്തോണ്ട്. അച്ഛാ, അങ്ങനെ പണിയില്ലെങ്കിൽ നമുക്ക് പണി ഉണ്ടാക്കിക്കൂടെ? വാ, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. എക്സ്പെരിമെന്റ് ഒക്കെ ഞാൻ ചെയ്തോളാം. നീ പോയി പടി. പോയി പോ. നിങ്ങൾ പഠിക്കാനുള്ളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാ വന്നു. നീ പഠിച്ചു ഒന്നും കൂടെ പടി. കുറച്ച് മനസ്സ് ഉറക്കിട്ടപ്പോ. എന്റെ മൂടൊന്നും തീരെ ശരിയല്ലല്ലോ. ആണോ? എന്റെ മൂട് ശരിയല്ലടാ. ശരിയല്ല. എന്റെ സ്വഭാവം മാറൂടാ. പോവാൻ പറഞ്ഞ പോടാ. മൂട് ശരിയല്ല. എവനാണ് നിശ്ചയിക്കണം എന്റെ മൂട്? ഹായ് മിസ്റ്റർ ബീൻ, ഹൗ ആർ യു? മിസ്റ്റർ ബീനാ? ഞാൻ അങ്ങനെ പോലെ ഇരിക്കണേ? അങ്ങനെയല്ല. തന്തേരെ മുഖത്തേക്ക് മിസ്റ്റർ ബീൻ, ചാർലി ചാപ്ലിൻ ചവിട്ടി കരുകള ഞാൻ. ഇന്ന് ഇത്തിരി വയലന്റ് ആണല്ലോ. എന്ത് പറ്റി? വയലന്റ് ആവടാ. വയലന്റ് ആവും. എടാ, ഞാൻ നിന്റെ തന്തയല്ലേടാ? അതെ. തന്തേരെ മുഖത്ത് നോക്കിയാടാ ഇങ്ങനെയൊക്കെ പറയണേ? നീ കുറച്ച് കഴിയുമ്പോൾ എടാ പാടാന്ന് വിളിക്കുമല്ലേ? അച്ഛാ, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. അച്ഛൻ തന്നെയല്ലേ ഞങ്ങളെ അച്ഛനായിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആക്കിയത്. അച്ഛൻ തന്നെ എങ്ങനെ ഓരോന്നും പറഞ്ഞ ഫ്രണ്ട്ലി? എടാ, എന്റെ സ്വീറ്റ് ഡാഡിനെ വഴക്കൊന്നും പറയില്ല കേട്ടാ. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത്ര ഇത്രയും സ്ഥലം കിടക്കണം അവക്ക് എന്റെ മടിയിലെ വന്നിരിക്കാൻ. ചിരിക്കാടാ. കഴിച്ചു വന്നോണ്ടല്ല മുടിയെ പിന്നിട്ട് എന്റെ ഊശം താടി ഉണ്ടല്ല. പിന്നെ പട്ടിയിൽ 4 പട്ടിയിൽ അടിച്ചു കൂട്ടി കൊടുത്താന്റെ ഫ്രെയിമും ചവിട്ടി കരുത്തരയ്ക്കാൻ. ഞാൻ പോണ്. അപ്പൊ നീ വാട്ടാ, മോളെ ഒന്ന് വിളിച്ചോണ്ട് കാണിച്ചരാ ഞാൻ. പോടി. അച്ഛാ, നീ പോയില്ലേ? അച്ഛൻ്റെ ഈ ജാടി കേശുവിന്റെ അടുത്ത് വേണ്ട. പാത്രം കഴുകായിരിക്കും. പാത്രം നന്നായിട്ട് ഉരച്ച് കഴിയണം. എന്നാലേ വൃത്തിയാവും. വെടുപ്പായിരിക്കും. ഞാൻ വെടുപ്പായിട്ട് കഴിക്കണം. മാറിക്കോണ്ട് ഈ പാത്രം കണ്ട ഇതുപോലെ കഴിയണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കല്ലേ. വെള്ളം വീഴുന്നില്ലേ? കൈയുടെ നിമ്നൂനതയൊക്കെ നഷ്ടപ്പെടും. കൈ വൃത്തിയുണ്ടായി തൊലിയൊക്കെ ഉരിഞ്ഞേ. ഞാൻ ഫ്രീ ആണ്, സഹായിക്കാം. വേണ്ട വേണ്ട.
നിനക്ക്. സിംഗം അവിടെയല്ലേ? എന്ത് ബാലു അങ്ങോട്ട് പോയേ. ഇവിടെ പോവാൻ? എങ്ങോട്ടെങ്കിലും ഒക്കെ പോ. എങ്ങോട്ടെങ്കിലും പോവാനാ? ഞാൻ നിന്റെ അടുത്ത് നിന്ന് എങ്ങോട്ട് പോവാ? ബാലു, ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. എന്റെ അടുത്ത് വരിക, എന്നെ തൊടുകയോ ചെയ്യരുത്. അതെന്തെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങക്ക് പ്രായം കുറെ ആയോ? ആയല്ലോ. മക്കള് തലയോളപ്പോളം വളർന്നല്ലോ. വളർന്നു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ കുട്ടിക്കളി? ഞാൻ കുട്ടിക്കളി കളിക്കും. ഞാൻ കുട്ടിയാണ്. നിങ്ങൾ കുട്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് പാത്രം കഴിയുക, വൃത്തിയാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ കുട്ടിയല്ല. ഞാൻ കുട്ടി എന്നടി. ഞാൻ കളിക്കും. കളിക്കും ഞാൻ കുട്ടിക്കളി. ഇതാര് കസര വഴി കൊണ്ടിട്ടത്? മനുഷ്യരെ കൊല്ലാൻ വേണ്ടിട്ട്. ഒന്നാമത് കാല് ഒടിഞ്ഞിരിക്കുന്നു. കേശുവേ, ശിവ, എന്താ ഇവിടെ വാ. ഇതാരടാ ഈ കസര കൊണ്ടിട്ടത്? അച്ഛാ ഞാനല്ല. ഞാനല്ല. പിന്നെ ആര്? ലച്ചുവേ, ലച്ചോ പണി. നിനക്ക് ഇത്രയും വിവരമില്ലേ? എടി, ഭക്ഷണം കഴിച്ചാ കസേര ടേബിളിന് അടിയിലോട്ട് നീക്കിടണം, അല്ലാതെ പുറത്തോട്ടല്ലേ ഇടാൻ. അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കസേര എടുത്ത് നീക്കിയിടണം. അപ്പൊ നീ അല്ലേ കനന്തൂര് കാണിച്ചേ? അല്ല, കസേര ആവുമ്പോ അവിടെ കിടക്കും ഇവിടെ കിടക്കും. നടന്നു പോണ ആൾക്കാർ സൂക്ഷിച്ച് നടന്നു പോകണം, അല്ലാതെ വെപ്രാളപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും. അയ്യോ, കണ്ടാ അവിടെ ന്യായം പറഞ്ഞിട്ട് പോണണ്ട. ഈ വീട്ടിൽ ഇങ്ങനെയാണ്. ആരെന്ത് തെറ്റ് കാണിച്ചാലും നമുക്ക് ഗുണദോഷിക്കാൻ പറ്റൂല. ഇങ്ങോട്ട് ന്യായങ്ങളും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നോളും. പോയാ അപ്രത്യക്ഷമായി നാശൂലങ്ങള് പറയണത്തിന് എന്നാ പറഞ്ഞത്. സ്കൂട്ടർ കൂടെ കേശോ, അച്ഛൻ വിളിക്കണടാ. എന്റെ സ്കൂട്ടർ ഇവിടെ ഉണ്ടാ? എനിക്കെന്തിനാ അച്ഛന്റെ സ്ക്രൂ ഡ്രൈവർ? എടാ, ഞാൻ നിന്റെ അടുത്ത് അതല്ല ചോദിച്ചത്. നീ എന്റെ സ്ക്രൂ ഡ്രൈവർ എടുത്താന്നാണ് ചോദിച്ചത്. ഇല്ല. ഇല്ല. ഇപ്പോ എങ്ങോട്ട്? നിന്റെ റൂമിൽ പോടാ. ഞാൻ പോണില്ല. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടേ പോണുള്ളൂ. പിന്നെ എവിടെയെങ്കിലും കയറി. കേശു, സ്ക്രൂ ഡ്രൈവർ എടുത്താ? ശിവ എവിടെ? സ്ക്രൂ ഡ്രൈവർ എടുത്താ? സത്യം പറ. അടിച്ച് തൊലി കുറിച്ചാ ഞാൻ എടുത്തോടി. അച്ഛനാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എടുത്തേ? ലച്ചോ, 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 എന്താ അച്ഛാ നീ ഇവിടെ ഇത്രയും ബഹളം നടന്നിട്ട് നീ അറിഞ്ഞില്ലേ? എന്നിട്ടാണ് റൂമിനകത്ത് പതുങ്ങിയിരിക്കണത് നീ? സ്ക്രൂ ഡ്രൈവർ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നേ. പിന്നെ ആരാണ് എടുത്തത്? ഞാൻ എടുത്തില്ല. ആരെടുത്താലും സ്ക്രൂ ഡ്രൈവർ എനിക്ക് കിട്ടും. പക്ഷെ എടുത്തവനെ ഞാൻ കണ്ടുപിടിച്ച അവനെ അടിച്ച് അവന്റെ തൊലി ഉരിച്ച് ഞാൻ മാവിൽ കെട്ടി തൂക്കും. നോക്കിയോ? ഇതായിരിക്കുന്നു. ഇതും കൈ പിടിച്ച് അവിടെ നിന്ന് ഓരോന്ന് കുത്തി തിരികിയിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് ഓടി വരും. എന്നിട്ട് അവിടെ അടുപ്പിന്റെ ഒട്ടിലോ എവിടെയെങ്കിലും ഇതങ്ങ് മറന്നു വയ്ക്കും. എന്നിട്ട് തിരിച്ചൊറ്റ പോക്കുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അലറി വിളിക്കും, അതെവിടെ ഇതെവിടെ എന്ന് പറഞ്ഞിട്ട്. മനുഷ്യന് ഒരു സ്വസ്ഥതയും തരൂല. ഇങ്ങോട്ട് കിട്ടാനും പോണില്ല. ഇപ്പൊ മനസ്സിലായി ആരാ അടിച്ച് മാവി കെട്ടി തൂക്കണ്ടെന്ന്. അച്ഛൻ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. എടി, അത് വേറൊന്നുമല്ല. അച്ഛനെ കുഞ്ഞ് ജനിക്കത്തില്ലെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര വിഷമം. ആ വിഷമം എല്ലാം കൂടെ കൂടി ചേർന്ന് ഭയങ്കര ദേഷ്യമായി മാറി. അത്രേ ഉള്ളൂ. ശരിയാ, ആ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, ഒന്നും നടന്നില്ല. കുഞ്ഞോക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു ഉടുപ്പ് വരെ തയ്ക്കണമെന്നുണ്ടായിരുന്നു. ഇതാ പറയണത്, അമിത പ്രതീക്ഷ ആപത്ത്. നീ അവളെ നോക്ക്. ഈ കാര്യത്തിലൊന്നും അവൾക്ക് ഒരു സങ്കടവും ഇല്ല. കണ്ടില്ലേ കണ്ണാടിയുടെ മുമ്പിൽ. എടീ മതി നിന്റെ സൗന്ദര്യം നോക്കിയത്. നിന്റെ സൗന്ദര്യം കാരണം ആ കണ്ണാടി അങ്ങ് പൊട്ടിപ്പോവും. ഇവളെ മുഖം നോക്കിയ കണ്ണാടി പിന്നെ ഉടച്ചോളാൻ തന്നെ നല്ലത്. നിനക്ക് എങ്ങനെ കഴിയണടി ഇങ്ങനെ ബ്ലാ ബ്ലാന്ന് പറഞ്ഞ് ചലക്കാനായിട്ട്? അതൊക്കെ ഒരു പ്രത്യേക കഴിവലച്ചു. രണ്ടെണ്ണം കിട്ടുമ്പോഴേ ഈ പ്രത്യേക കഴിവൊക്കെ അങ്ങ് പൊയ്ക്കോളും കേട്ടാ. ആണോ? അങ്ങനെയാണെങ്കിൽ നീ രണ്ടെണ്ണം താ, നോക്കട്ടെ എന്റെ ചെലപ്പ് നിൽക്കോന്ന്. ശിവ വേണ്ട, ഇപ്പൊ ഒരു അംഗത്തിന് പറ്റിയ സമയമോ സാഹചര്യമോ അല്ല. അറിയാലോ നിനക്കിപ്പം. അച്ഛനാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുവാണ്. അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച പോലെ അല്ല അച്ഛൻ ദേഷ്യം കയറിയ. ഈ അച്ഛൻ്റെ അടുത്തൊന്ന് അടുക്കാൻ എന്താണ് ഒരു വയ്യ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. എടാ, എന്തായാലും ഇപ്പൊ കാറിനൊക്കെ ഉരുണ്ടുകൂടി കിടക്കുക. അത്യാവശ്യം ഇടിമിന്നലും ഉണ്ട്. നല്ലൊരു മഴ പെയ്ത ശേഷം അന്തരീക്ഷം നല്ലോണം ശാന്താവും. അപ്പൊ നീ മെല്ലെ പോയി അച്ഛൻ്റെ അടുത്ത് കൂടിക്കോ. അതാണ് നിനക്ക് നല്ലത്. ഞാൻ എന്ത് ചെയ്ത്? അല്ല, നിന്നെ ചുമ്മാ ഒന്ന് വരട്ടിയതാ.
നിനക്കെന്തടി വട്ടാ? അതൊന്നുമല്ല, നീ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോ ഒരു 2-3 പേട വാങ്ങിച്ചാൽ തോന്നും, അത്രേ ഉള്ളൂ. നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? അയ്യോ എന്റെ പൊന്നെ, എന്നെ വെറുതെ വിട്, ഞാൻ ഒന്നിനും ഇല്ലേ. അയ്യോ എന്റെ കൊച്ചിങ്ങ് പേടിച്ചു പോയാട്ടോ, പാവം. എന്തേ ഷീറ്റ് വേണോ? എന്തിന്? നീ വിരിച്ചല്ലേ? അല്ല വേറെ വേണേ തരാം. വേറെ എന്തിന്? അപ്പുറത്ത് സോഫയിലല്ലേ കിടക്കണേ? സോഫയല്ല. അപ്പൊ ഇന്ന് വർക്കില്ലേ? ഇല്ല. എന്താ വർക്കില്ലാത്ത? വർക്കില്ലാത്തോണ്ട്. അല്ല വർക്കില്ലെങ്കിലും ചുമ്മാ കുത്തി കുത്തി ഇരിക്കുമല്ലോ അവിടെ. അതൊക്കെ നിർത്തി. അപ്പൊ ഇവിടെയാണോ കിടക്കണേ? പിന്നെ അല്ലാതെ വേറെ എവിടെ കിടക്കേ? കിടക്കണമെങ്കിൽ മര്യാദ കിടക്കണം. കിടക്കണമെങ്കിൽ കൂർക്കം വലിക്കരുതെന്ന്. കൂർക്കം വലിക്കരുതെന്ന്. നേരത്തെ വലിക്കുമായിരുന്നല്ലേ? നേരത്തെ വലിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് കിടന്ന് ഉറങ്ങണം. വയസ്സായി വരുവാ. ആര്? നിങ്ങള്. അപ്പൊ നീയാ? ഞാനും വയസ്സായവരാണ്. ആ ഇപ്പോഴെങ്കിലും ബോധം തോന്നിയല്ല വയസ്സായി വരാണെന്നുള്ള. കേടാ. അയ്യോ അവിടെ കിടന്നു. നീലു, അയ്യോ നീലു ഉറങ്ങിയ? ഉറങ്ങാനല്ലേ കിടക്കണം. ഓ ഉറങ്ങാനും കൂടി വേണ്ടിയാണ് കിടക്കുന്നത്. നീലു, എന്താ? ഞാൻ നിന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തില്ലേ? എന്ത് വാക്ക്? 1 വർഷത്തിനകം ഒരു കൈക്കുഞ്ഞിനെ മടി വെച്ചു കൊടുക്കാന്ന്. മിണ്ടാതെ കിടന്ന ഇവിടെ കിടക്കാം. അപ്പുറത്ത് പോയി കിടക്കാമോ? ഓ പോയി കിടക്ക. മേലെ റൂമിലേക്ക് കയറി പോകരുത്. ഇത് എന്റെ റൂമാണ്, എനിക്ക് കിടക്കാൻ ഇവിടെ അവകാശമുണ്ട്. പോയി കിടന്നോളാം. ഞാൻ പോവാം. എന്നപ്പോ നമുക്കൊന്നും അതാണല്ല. നീ കിടന്ന് ഉറങ്ങും, ഞാൻ പോവാം. അയ്യോ അമ്മ. എന്തേ പോണില്ലേ? പാടി പോണ്. പോ. എന്താ ഇവിടെ കുത്തിയിരിക്കുന്നേ? അടുക്കളയിലോട്ടൊന്നും പോകുന്നില്ലേന്ന്.
ഏ അടുക്കളയിലോട്ടൊന്നും പോകുന്നില്ലേന്ന്. ആ അച്ഛന്റെ മൂഡ് അത്രക്ക് ശരിയല്ലല്ലോ. പോടാ അവിടുന്ന് പോടാ. മനുഷ്യയുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ കിണ്ടിരിക്കാൻ വന്നേക്കണ്. പോടാ. യോ അച്ഛാ, എന്ത് പറ്റി? എന്ത് എന്ത് പറ്റി? എന്തെന്ന്? ഒന്നുമില്ല. പിന്നെന്ത്? പിന്നൊന്നുമില്ല. എന്തെങ്കിലും വേണോ? അല്ല തരാം. അല്ല ഒന്നും വേണ്ട. മാഞ്ചോണ്ട് പോടി പോടി. ചായ ചായ കുടിക്കേ. എന്തൊരു പിണക്കം പോലെ. ബാലു എന്താ കഴിക്കാൻ വേണ്ടേ? എന്തെങ്കിലും ഇട്. എന്ത് പറ്റിയൊരു മൂടില്ലല്ലോ? പിണക്കോ? ആർക്ക് പണക്കം? എനിക്ക് പണക്കൊന്നുമില്ല. നിനക്കല്ലേ പണക്കം? എനിക്കെന്തിനാ പിണക്കം? എനിക്ക് പിണക്കമില്ല. എനിക്ക് പിണക്കൊന്നുമില്ല. പണക്കൊന്നുമില്ലേ? പിന്നെ നീ ഇന്നലെ എന്തിന് അങ്ങനെ പണിയെടുത്ത് നീ നിനക്ക് പണക്കമുണ്ട്. എനിക്ക് പിണക്കില്ല. ഞാൻ എന്തിനാ പിണങ്ങണേ? പിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ? അത് ശരി. എന്റെ ശരീരത്തിൽ തുടരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടേ. എന്തോന്നടി അയ്യോ അച്ഛാ, അച്ഛാ. ഇല്ലച്ചാ, എനിക്ക് ആരാ അച്ഛാ തെല്ലിട്ടോ? ആരാച്ചാ തള്ളിയിട്ടെന്നാ? ആ പാടെ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, പിന്നെ ആര് തള്ളിയിടും? ഡേയ് ഞാൻ പറഞ്ഞു ചായയിൽ പഞ്ചാരയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 1 2 പറഞ്ഞ് വഴക്കായി. പിന്നെ ഒറ്റ പിടിച്ച് തള്ളടാ. എൻ്റെ കാല് വയ്യാത്ത പോലെ അവൾ ഓർത്തില്ല. അമ്മ എന്താ അനാവശ്യം അമ്മയെ കാണിച്ചത്? എടാ ഞാനൊന്നും കാണിച്ചില്ല. നിങ്ങൾ പറഞ്ഞ അതോ കാണിച്ചില്ല. എന്തായി? ഇനി എൻ്റെ അടുത്തേക്ക് പോവാ, ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് പോണേ നീ. അവളായത് ആര് പോണത്? ഇനി ഒരിക്കൽ കൂടെ ചായയിൽ പഞ്ചാര ഇല്ലെന്ന് പറയുമ്പോ എന്നെ തള്ളിയിട്ട എന്നെയാണ് നീ. എന്ത് പോ ചുറ്റിക്കൂട്ടി ഇരിക്കാതെ. നാരങ്ങ വെച്ചാ കളിക്കാതെ ചോദിച്ചോടാ. പോയി പണിയടാ പോടാ. ഇപ്പം പോവാച്ചാ. ഡേ നീ എന്തോന്നു മൊബൈൽ കളിക്കണ? മൊബൈൽ കളിക്കണ? ഞാൻ ഇപ്പൊ നോക്കിയുള്ളൂ. എവിടെ പോണ്ട? എവിടെ പോണം? ഞാൻ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. എവിടെ? എന്റെ ഫ്രണ്ടിന്റെ വീട്ടില്. ഏത് ഫ്രണ്ട്? വരുൺ. അവിടെ താമസിക്കണേ? ബാലാജി നഗർ. പ്രാക്ടീസ് എപ്പോൾ തുടങ്ങും? അത് ചെന്ന ഉടൻ തന്നെ തുടങ്ങും. എപ്പോൾ തീരും? അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റാത്ത? ഞങ്ങളുടെ മൂഡ് അനുസരിച്ച് തീരും. മൂഡ് എപ്പോൾ തീരും? ഒരു മിഡ് നൈറ്റ് ആകുമ്പോഴേക്കും തീരും. 8 മണിക്ക് മുമ്പേ വീടിനകത്ത് കയറിക്കണം കേട്ടാ. അതെങ്ങനെ പറ്റുമെങ്കിൽ 10 മണിക്കുള്ളിൽ വരാൻ നോക്കാം. വരാൻ നോക്കാന്ന് നീ എന്റെ ശരീരത്തെ സ്പർശിക്കരുത്. പോടാ പോ. പോടാ. എന്നീ കാണിക്കണം. എന്ത് കാണിക്കണ? പോടാ. എന്റെ ദേഹത്ത് നീ തൊട്ട് പോരുത് കേട്ടാ. മൊബൈൽ കളിക്കാൻ പോടി. എന്റെ ദേഹത്ത് നീ തുടരുത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനെയും ഞാൻ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതെന്താ സുഖം എനിക്ക് മനസ്സിലായി. എന്റെ ദേഹത്ത് തുടരുന്നെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എന്റെ 7 അയലത്തേക്ക് വന്നു പോരുത്. വന്നാ നീ എന്ത് ചെയ്യൂടി? വന്ന് നോക്ക്, അപ്പൊ കാണാം. നീ എന്തോന്ന് പറഞ്ഞ? ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് വരാനാ. മാറിക്കങ്ങോട്ട്. വന്നത് എന്ത് ചെയ്യും? വന്നടി വന്ന് എന്ത് ചെയ്യും നീ? മാറി അങ്ങോട്ട്. നിന്നെ തൊടല്ലെന്നാ? തൊട്ടാ ഡേ നിനക്ക് ആള് തെറ്റിപ്പോയി. നീ എന്തോന്ന് പറഞ്ഞ? എനിക്കെന്തോ അസുഖത്തിന്റെ തുടക്കം വന്നാ. എടീ ബാലേന്ദ്രൻ തമ്പി വേറെ നീ വിചാരിക്കാമെന്നല്ല. എനിക്കല്ലെങ്കിലും അറിയാം. ഞാൻ എടീ എനിക്കറിയാം. എടീ എനിക്ക് വാനപ്രസ്ഥത്തിന്റെ തുടക്കമായി. ഈ സന്യാസം സ്വീകരിക്കാൻ സമയമായിടി. പോയി സന്യസിക്ക്. പോവടി. മേല എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. പിന്നെ കുളിക്കാതെ നനയ്ക്കാതെ എന്റെ മുമ്പേ കയറി വരരുത്. എന്റെ റൂമിലും വരരുത്. നിർത്തിക്കോ, ഇന്നത്തോടെ നിർത്തിക്കോ. ഈ പരസ്പരമുള്ള കാണലും എന്റെ കണ്ണുവട്ടത്ത് നീ വന്നു പോവല്ലേ. നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ കേട്ടാ.
ഒരു കാലം ഇപ്പൊ വയ്യാണ്ടുള്ളൂ, മറ്റേ കാലം കൂടെ ഓടിക്കും, നോക്കിക്കോ.